വികസനത്തിന്റെ ഇരകൾ എന്നത് പലപ്പോഴായി കേൾക്കുന്ന ഒരു വാചകമാണ്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനം പുരോഗമിക്കുമ്പോൾ പ്രയാസമനുഭവിക്കുന്ന ഏതാനും ചില കുടുംബങ്ങളുണ്ട് ആ പരിസരത്ത്. അവർക്കെല്ലാം ഉണ്ടായിരുന്ന വഴി നഷ്ടമാകുമെന്ന സങ്കടത്തിന്റെ ഇരമ്പലിലാണിപ്പോൾ ആ വീടുകൾ. എല്ലാ വഴിയും ബ്ലോക്കാവും, 3 ഭാഗം ബ്ലോക്കാവും. ഒരു ഭാഗമാണെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള കല്ലട്ടിക്കുഴിയാണ്, ആകെ കുടുങ്ങിയിരിക്കുകയാണ്. വിമാനത്താവള വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പരിസരങ്ങളിലെ വീടുകളിലേക്കുള്ള വഴി നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് വിദഗ്ധ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നാണ് ആക്ഷേപം. സ്ഥലം വിട്ടു നൽകുമ്പോൾ വഴി നഷ്ടപ്പെടില്ലെന്ന് അധികൃതർ നൽകിയ ഉറപ്പുകൾ മറുഭാഗത്ത്. ഇനി ഉറപ്പ് നൽകിയവരെല്ലാം നെടിയിരുപ്പ് പാലക്കാപ്പറമ്പ് ഭാഗമൊന്ന് സന്ദർശിക്കണം. 3 ഭാഗവും വിമാനത്താവള അതോറിറ്റിയുടെ സ്ഥലം, ഒരു ഭാഗം സ്വകാര്യ വ്യക്തിയുടേതും. നടുവിൽ വഴിയില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളുടെ ആദ്യമൊന്ന് കേൾക്കണം. റൺവേയുടെ സുരക്ഷാ മേഖല ദീർഘിപ്പിക്കുന്നതിനായിട്ട് സ്ഥലം ഏറ്റെടുത്തതോടെയാണ് നെടിയിരുപ്പ് പാലക്കാപ്പറമ്പ് ഭാഗത്തെ ഏതാനും വീടുകളിലേക്കുള്ള വഴി ഇല്ലാതായത്. കളത്തിൽ സോമസുന്ദരൻ, പള്ളിക്കാത്തോടി ഏർത്താലി അബ്ദുറസാഖ്, നെയ്യൻ ആസിഫും അവരുടെ മനസ്സിലെ ആദ്യം ആശങ്കയുമാണ് പങ്കുവെക്കുന്നത്. ഇതുവരെ ഒരു പറഞ്ഞത് ഈ ഇലക്ഷൻ്റെ ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്കൊരു വഴി പോലും ഇല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് നടക്കാനുള്ളൊരു അവസ്ഥയും ഇല്ലാതായി. ഞങ്ങൾ 3 ഭാഗം എയർപോർട്ടും ഒരു ഭാഗം വലിയൊരു കല്ലുട്ടിക്കുഴിയാണ്. അതൊരു 10-25 അടി താഴ്ന്നൊരു കുഴി, അങ്ങോട്ടും പോകാൻ വയ്യ. വിമാനത്താവള അതോറിറ്റി ചുറ്റുമതിൽ കെട്ടിയപ്പോൾ ഇപ്പോൾ ചെറിയൊരു വഴി താൽക്കാലികമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതാണ് വലിയ ആശ്വാസം. അതുവഴി എത്ര നാൾ ഇവർക്ക് പുറത്തിറങ്ങാനാകുമെന്ന് പറയാനാകില്ല. കാരണം പണി പുരോഗമിക്കുന്നതോടെ ഏതു നിമിഷവും ഈ ഭാഗങ്ങൾ കൂടി അടയ്ക്കപ്പെടും. എയർപോർട്ടിന് ഞങ്ങൾ സ്ഥലം വിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് സ്ഥലം ഞങ്ങൾ പോയും ചെയ്ത് 10 സെൻറ്റ് പോയും ചെയ്ത് ബാക്കിയുള്ള സ്ഥലത്തേക്ക് റോഡില്ല. ഇപ്പോൾ ഞങ്ങളെ ഉമ്മക്കുണ്ട് വീട്ടിൽ, പ്രായം ചെന്ന ഉമ്മയുള്ളത്. തുടക്കം മുതൽ വിമാനത്താവള വികസനത്തിന് സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായ കുടുംബാംഗങ്ങളാണ് ഇവരിലേറെയും. അക്കാര്യം രേഖാമൂലം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിമാനത്താവള അതോറിറ്റി ആവശ്യപ്പെട്ട സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ അവർ പുറത്തായി, വഴിയുമില്ലാതായി. ഈ ഭാഗത്തേക്ക് റോഡ് നിർമ്മിക്കുന്നതിനുള്ള നടപടി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ തുടർ നടപടി പൂർത്തിയാക്കി എന്ന് റോഡ് യാഥാർത്ഥ്യമാകുമെന്ന് പറയാനാകില്ല. റോഡ് വന്നാലും വിമാനത്താവള വളപ്പിനോട് തൊട്ടടുത്ത് താമസിക്കുന്നത് വലിയ പ്രയാസമാണെന്ന് കുടുംബങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അധികൃതർ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് മലയാളം, മലപ്പുറം.